രണ്ടെണ്ണം അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതും കാലിയാ. ഇതിനിടയിൽ എടുത്ത് കുടിക്കുന്നുണ്ടാ? ഒന്നിലുമില്ല. ഇത്രയും വലിയ കുടിയ അടുത്ത് കിടക്കുന്നോണ്ട് കുപ്പിയിലെ മദ്യം തനിയെ പറ്റുന്നതാണോ? പാവി ചെല്ലുന്നിടം പാതാളം. എന്നാലും എന്റെ അളിയ ഈ അളിയന് വേണ്ടി ഇത്രയെങ്കിലും മാറ്റിവെക്കായിരുന്നു. സുഖമില്ലാതെ കിടക്കുന്നെങ്കിലും മറ്റുള്ളവരടുത്ത് ഇത്തിരി കരുണയെങ്കിലും വേണ്ടേ അളിയ? എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കുറച്ചെങ്കിലും മാറ്റിവെക്കാതിരിക്കില്ല. ഒന്നുകൂടെ നോക്കാം. ഇതിനകത്ത് നോക്കാം. കുറച്ചുണ്ട്. എന്റെ ദൈവമേ, ഭാഗ്യമുണ്ട്. ഇതെന്താണ് സംഗതിയെന്നൊന്നും അറിയില്ല. പക്ഷേ എന്ത് വിഷമായാലും കുഴപ്പമില്ല. എനിക്കിന്ന് ഉറങ്ങിയേ പറ്റൂ. എന്റെ ദൈവമേ, എന്താ ഒരു മുതല് കത്തി കേറുന്നു. കത്തട്ടെ, മൊത്തങ്ങ് കത്തി തീരട്ടെ. കത്തി കേറടാ. അവള് വരുന്നുണ്ടാ? പറയാൻ പറ്റില്ല. എന്റെ ഭാര്യ ഒരുത്തിയുണ്ട്. അതിനേക്കാൾ വലുതാ അമ്മായിയമ്മ. ഇതെങ്ങാനും അവര് രണ്ടുപേരും അറിഞ്ഞ എന്നെ തോലുരിച്ച് ചട്ടിയിലിട്ട് വറക്കും. പെട്ടെന്ന് കുടിച്ചിട്ട് കമഴ്ന്ന് കിടക്കാം. എന്റെ ദൈവമേ, എന്തൊരു രസമായത്. ആകാശത്ത് മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറന്നു പോണമല്ലോ തോന്നുന്നു. ഈ വേഷത്തിൽ ആരെങ്കിലും കണ്ടെത്തിയാലുണ്ടല്ലോ. ഇതേ വേഷത്തിൽ ആരെങ്കിലും എന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ കുറെ നാൾ ഒരു വിലയില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? വേണ്ട വേണ്ട, പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നും ആവണ്ട. മോളൊന്ന് അടങ്ങ്. വിജയ് സാറ് ഇന്ന് എന്റെ കെണിയിൽ വീഴും. ഉറപ്പാ. ഇനി ഒന്ന് കിടക്കാം. കത്തി കേറടാ.
മേഘങ്ങൾ വീണ്ടും വന്നല്ലോ. ഇതിനൊളിപ്പിച്ചു അടിയിലോട്ട്. മേഘങ്ങൾ എനിക്ക് കാവലായി. മേഘങ്ങൾ വീണ്ടും വന്നു. കത്തിക്കാറടാ.